ഇത് ചെയ്യുന്നതും. മെറീന ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിരുന്നപ്പം വേറൊരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് വണ്ടി ഡോറ് ഭയങ്കര ലൗഡായിട്ട് അവര് കൊട്ടി അടിച്ചു എന്നുള്ളത്, ആ ഇൻസിഡന്റ് എന്തായിരുന്നു? അത് ഫീമെയിൽ തന്നെയായിരുന്നു. ആണോ? അത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഐ കാൺ കോൾ ഹർ സൂപ്പർ സ്റ്റാർ. ഷീ ഈസ് ജസ്റ്റ് ആൻ അപ്കമിങ് സ്റ്റാർ. അപ്പം അതും ഇതേപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായപ്പോ എനിക്കിതാ പ്രശ്നം, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നുള്ള സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മെറീനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു ആ ഡോർ അടച്ചത്, അതോ? ഞാൻ മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ചേട്ടന് പോലും ഒരു സങ്കടമായി. എന്നിട്ട് ആ പുള്ളി പറഞ്ഞു ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല, അപ്പൊ അതൊന്നും പറയാമോ? എന്താ ഇൻസിഡന്റ്? ഞങ്ങള് ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പം ഒരു 100 meters അപ്പുറത്തേക്ക് ഷൂട്ടുള്ളൂ. വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല, നടന്നു പോകാനുള്ളതേ ഉള്ളൂ സത്യം പറഞ്ഞ്. അപ്പൊ ഞാൻ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ് റെഡി ആയി. അപ്പം അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഷീ ഫെൽറ്റ് അപ്സെറ്റ്. അപ്പൊ എനിക്കത് മനസ്സിലായി. ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി. ഇതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് ഫ്രം എ മെയിൽ. അപ്പം ഈ കാര്യം എന്താ വെച്ചാല്, ഞാനപ്പോ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ 100 meters ഷൂട്ടുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലിരുന്നു. ലെറ്റ് ഷീ കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഫ്രണ്ടിൽ ആളിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഫോണിൽ കളിക്കും. അപ്പൊ നമുക്ക് ഒരാൾ ഡോർ തുറക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ആളുടെ ക്യാരവാന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത്. ഞാൻ ഫോണിൽ കളിക്കുമ്പോൾ ആള് തുറന്ന് എന്നെ കണ്ട ഉടനെ ആള് വാതിലടച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വെച്ച് ദൈവമേ, ഇന്നലെ ഫ്രണ്ടിലിരുന്നാനായിരുന്നല്ലോ പ്രശ്നം, ഇന്നിപ്പോ എന്താ പ്രശ്നം എന്ന്. അപ്പൊ അസിസ്റ്റന്റ് വന്നിട്ട് പറഞ്ഞു അടുത്ത വണ്ടി വിട്ടോളാൻ. അപ്പൊ ക്യാരവാനിലെ ചേട്ടൻ അപ്സെറ്റായി, ആൾക്ക് സങ്കടമായി. ആളെൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. ആള് പറഞ്ഞു എന്തായാലും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പുള്ളി എന്തൊക്കെയോ പുള്ളിയുടെ ഒരു വിഷമം പോലെ പറഞ്ഞു. അപ്പൊ എന്റെ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു ചേട്ടാ, ഇനിയും നമ്മള് കൊണ്ടാക്കി തിരിച്ചു വന്ന് ആളെ പിക്ക് ചെയ്ത് പോകുമ്പോഴേക്കും ലേറ്റ് ആവും. അവിടെ ഒരു വലിയ ഡയറക്ടർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വയസ്സും അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫും നമ്മൾ മാനിക്കണം. ഞങ്ങൾ നടന്നു പോയിക്കോളാം എന്നുകൊണ്ട് ഞങ്ങൾ നടന്നുപോയി. സാർ അവിടെ ഇരിക്കുകയായിരുന്നു. സാർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ട് വെച്ച് എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ ഇത്ര നേരം, അതിന് ഫുൾ ക്രൂ വെയിറ്റ് ചെയ്യുക. ഞാൻ സാർ എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല, ഷോട്ട് കഴിഞ്ഞിട്ട് പറയാം. ഇതാണ് എക്സ്പീരിയൻസ് ഉണ്ടായത്, വിച്ച് ഇസ് ഫ്രം എ ഫീമെയിൽ, വിച്ച് ഐ ഫെൽറ്റ് ബാഡ്. എനിക്ക് സങ്കടമായി. ബിക്കോസ് സങ്കടം ആസൻ എന്തിനാ അങ്ങനെ ചെയ്യണേ. അപ്പൊ അത് നിങ്ങളിപ്പോ ഒരുമിച്ച് ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് ഒരു സീൻ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു അഭിനയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള സീനിനോ അത് ബാധിക്കും? ഞങ്ങളെ കണ്ട സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നും, അത്ര സ്നേഹമാണ്. എന്നിട്ട് അവര് ഇതിൽ വരുമ്പോ അവര് വളരെ എന്നൊക്കെ പറഞ്ഞ അത്ര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. അതെ അതെ അതെ. അതൊരു കഴിവാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അവര് ജീവിതത്തിലും ഇതിലും റീലിലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചേച്ചി, കൺസിഡറിങ് അവർ അങ്ങനെ ജീവിതത്തിലും സിനിമയിലും അഭിനയിക്കാന്ന് പറയുമ്പോൾ അവർക്കൊരു സ്വിച്ചിങ് ഇല്ലേ, അവർക്ക് റിയാലിറ്റി ആയിട്ട് സ്വിച്ചിങ്. ആ പേഴ്സണാലിറ്റി എത്ര ഫേക്ക് എന്നപ്പോ ഒന്ന് മനസ്സിലാക്കിയാൽ പോരെ? അവരെവിടെയാ ഇപ്പൊ ജെനുവിൻ ആവാറുള്ളത്? ഞാനിപ്പോ യൂസ് ടു ആയി. കാരണം നമുക്ക് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് എനിക്ക് ശീലമായി. ഞാൻ പറയാം എക്സ്പീരിയൻസ് ഫീമെയിൽ മെയിൽ എല്ലാം ഉണ്ട് എനിക്ക്. മെയിൽ ആയിട്ടുള്ള ഒരു ആക്ടർ ഇതേപോലെ ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ഫ്രണ്ടിലിരുന്നു. ഫ്രണ്ടിലുള്ള സീറ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തു, ബിക്കോസ് ഈഗോ അടിക്കണ്ടെന്ന് വെച്ചിട്ട്. ആള് വണ്ടി കയറി ഉടനെ എന്നെ കൺട്രോളർ വിളിച്ചിട്ട് നമ്മൾ കേൾക്കെ പറഞ്ഞു, എന്നാ പിന്നെ യൂണിറ്റിലെ ആൾക്കാരും കൂടെ കയറ്റായിരുന്നില്ലേ വണ്ടിയിൽ നിന്ന്. ഞങ്ങൾക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര, ഞങ്ങൾ വിചാരിച്ചു ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കണം, യൂണിറ്റിലെ ആൾക്കാരെന്താ മോശമാണോ, ആ ചേട്ടന്മാരും പണിയെടുക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും. എന്നിട്ട് അവിടുന്ന് തന്നെ പുള്ളി വേറെ കാറിൽ കയറിപ്പോയി. ഇതൊരു 2 ദിവസം റിപ്പീറ്റഡ്ലി പുള്ളി ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആക്ടർ ഈ സ്വഭാവം കാണിച്ച പുള്ളിയും കൂടെ ഒരു കാറിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം അടിയുണ്ടാക്കി. ഞാൻ പറഞ്ഞു എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ആരാന്നാ വിചാരിച്ചത്. ഞാൻ നന്നായി അടിയുണ്ടാക്കി. അപ്പം കാറിന്റെ ഷോട്ട് പൊക്കോണ്ടിരിക്കുക, ഫ്രണ്ടിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നുണ്ട്. ഡയറക്ടർ മറീന മിണ്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞു സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, ഇതാണ് എന്താണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറെ പറഞ്ഞു. അപ്പോൾ ആൾക്ക് മനസ്സിലായി. ആള് പറഞ്ഞു താൻ റെഡി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ലൈക്ക് ഞാൻ റെഡി ആകുമ്പോൾ നമുക്ക് ഷോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. എനിക്കന്ന് ശരിക്കും ഇൻസൾട്ടഡ് ആയിട്ടേ, ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് റിയാക്ട്. ബാക്കിയുള്ളവർ പേടിച്ചിട്ട് പറയില്ലാന്നേ. പേടി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡയറക്ടർ പോയിട്ട് ആക്ടർ എടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ആക്ടർ പറയാം നാളെ മുതൽ ഞാൻ വരില്ല, അവളോട് സോറി പറയാൻ പറയാം, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വരില്ല, നിങ്ങൾ എല്ലാവരും യൂണിറ്റുകാരെല്ലാവരും വന്നിട്ട് സോറി പറയാൻ പറഞ്ഞെങ്കിൽ ഇവര് വലഞ്ഞു. കാരണം പ്രൊഡ്യൂസർ പൈസ എത്രയും നഷ്ടാവും, ഡയറക്ടർക്കും ഈ കാല് പിടിച്ച് നടക്കണ്ടേ. അപ്പൊ എനിക്ക് പറയാനുള്ള ഞാൻ തന്നെ പറഞ്ഞു. ഒന്നല്ല, ഈ പറയുന്ന പോലെ ഒരുപാട് ഇൻസിഡൻസ് മെറീനയ്ക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരുപാട് എണ്ണം വന്നപ്പം
ഈ ഇൻഡസ്ട്രിയെ ഇങ്ങനെയാണ് ഹെൽ വിത്ത് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് വിട്ടു പോകാൻ അപ്പൊ മെറീനയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല ഈ ഇൻഡസ്ട്രിക്ക് ഒരു കുഴപ്പമില്ല. ഇൻഡസ്ട്രിയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിപ്പോഴുള്ള ഒരു ക്ലെൻസിങ് ആണല്ലോ ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ആക്ച്വലി ഒരു ക്ലെൻസിങ് ആണ് നടക്കുന്നത്. ഇത് വരട്ടെ. ഇതിപ്പം ചെയ്യാത്ത ആൾക്കാരും ചെയ്ത ആൾക്കാരും ഉണ്ട്. ചെയ്യാത്ത ആൾക്കാരും ഇതിൽ എഫക്റ്റഡ് ആണ് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഇതിലൊരു ഒരു മൊത്തത്തിലൊരു എന്താ പറയാ അഴിച്ചുപണിയോ പൊളിച്ചുപണിയൊക്കെ നടക്കട്ടെ. അതിപ്പോ നമുക്ക് കിട്ടുന്ന പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കുള്ള ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു ചേഞ്ച് വരണം അല്ലെ. ഈവൺ ഇപ്പൊ ആൾക്കാർ ആരെങ്കിലും കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചോദിച്ചാൽ 4 വർഷം കഴിഞ്ഞ പണി വരും എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ അവർ ഇന്നേ ചോദിക്കില്ല. അത് വരട്ടെ, ആ ചേഞ്ച് വരട്ടെ. അത് നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഈ ഇൻസൾട്ടിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ എപ്പോ വേണമെങ്കിലും ആൾക്കാർക്ക് ചെയ്യാം. അത് പിന്നെ അവരുടെ പ്രശ്നം അല്ലെ. അവർക്ക് മേ ബി ഇൻസെക്യൂർ ആയതുകൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ലൈക്ക് ഇപ്പൊ ആ ആക്ട്രസ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. മേ ബി ബിക്കോസ് ഷീസ് ഇൻസെക്യൂർ. ആളുടെ വർക്കിൽ ഇൻസെക്യൂർ ആണ്. ആൾക്ക് ഇത്ര കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ആള് ചിലപ്പോ ബാക്കി എല്ലാവരോടും അങ്ങനെ ചെയ്യുന്നുണ്ടാവും, എന്റെ അടുത്ത് മാത്രമായിരിക്കില്ല. അപ്പൊ ആൾക്കൊരു തോന്നലുണ്ടാവും ഞാൻ ഇന്ന ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറി വേറൊരാൾ അതിൽ കയറാൻ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമായിരിക്കും. ഇമ്മച്ചുവേർഡ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടാവുക. ഇമ്മച്യൂരിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവില്ലേ, അല്ലാതെ ഇങ്ങനെ കാണിക്കോ? അതാ ഞാൻ ചോദിക്കണേ. പ്രകടമായി കാണിക്കുമ്പോ എന്റെ അടുത്ത് നിന്ന് നെഗറ്റീവ് എനർജി അല്ലേ കിട്ടുന്നത്. തീർച്ചയായിട്ടും എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമോ അല്ലെങ്കിൽ ആ ജീവിതകാലം മുഴുവൻ ഈ വ്യക്തി എന്റെ ലൈഫിൽ വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കില്ലല്ലോ. എന്റെ സൈഡിൽ നിന്ന് നെഗറ്റീവ് വൈബ് എനർജി തന്നെ പോവുള്ളൂ. അപ്പം അത് നെഗറ്റിവിറ്റിയാണ് ഉണ്ടാക്കുന്നത്. സിനിമയിലേക്ക് മെറീന വന്നപ്പോ തന്നെ എനിക്കും ഈ മൂവിയില് നല്ലൊരു നായികയാവണം, എല്ലാവരും ആ ഒരു ഇന്റൻഷനോടെയും ആ ഒരു ആഗ്രഹത്തോടെയും ആണല്ലോ എല്ലാവരും എത്തിപ്പെടുന്നത്. മെറീനയുടെ തുടക്ക സമയത്താണേ പോലും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പം കേൾക്കുന്ന തരത്തിലുള്ള ഒരു മിസ്ബിഹേവിയർ, അത് ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലോ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്നോ ആരുടെയെങ്കിലും ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നോ മെറീന എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ആളുകൾ നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പോൾ ഒരാൾ നിങ്ങളെ കയറി പിടിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന്. ഞാൻ വളരെ ഒരു പ്രൈവറ്റ് സ്പേസിലോ അല്ലെങ്കിൽ ഒരു ക്ലോസ് സർക്കിളിലോ എത്തിപ്പെടുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു ചേച്ചീനെ പോലെ കാണുന്ന ആള് അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെ കാണുന്ന ഒരാള്, എനിക്ക് അത്രയും പരിചയമുള്ള ഒരാള്, ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആള് ചിലപ്പോൾ ഒരു സ്പേസിലെത്തുമ്പോൾ, ഒരു പ്രൈവറ്റ് സ്പേസിലെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ച് പരിചയമുള്ള, നമ്മൾ അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ടെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ബ്രദർ എന്നെ കയറി പിടിക്കുമ്പോൾ ഞാൻ അയാളുടെ ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ബ്രദറാണ്, എനിക്കൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അപ്പൊ ആദ്യം ഒരു റിയാലിറ്റി സാധനം ഉണ്ടോ, ഇതെന്താ ഇങ്ങനെ നടക്കണത്, എന്താ ഇയാൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്റെ കൈയൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരാളോട് പൊന്തൂല. അടിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ കുഴഞ്ഞു ടു ബി വെരി ഫ്രാങ്ക്. കാരണം ഇയാൾ എന്നോട് ഇങ്ങനെ അല്ലല്ലോ ബിഹേവ് ചെയ്യണ്ടേ എന്നുള്ള സാധനമായിരിക്കും വരിക. പിന്നീട് അയാൾ ഒരു പരിധി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മള് റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നോ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നോ പറഞ്ഞ് ഇറങ്ങി വരാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബോൾഡ് ഞാൻ പറ്റില്ല നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് പോകുന്നു. പക്ഷെ എനിക്കത് വിഷമമായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരുപാട് പേരെ അടുപ്പിക്കാറില്ല എൻ്റെ ഒരു സർക്കിളിലേക്ക്. അപ്പൊ അതില് സ്പേസ് കണ്ടെത്തി ഒരു ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു വന്ന് പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അതൊരു എന്താ പറയുക, അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. അത് അവരുടെ മണ്ടത്തരാണ്. കാരണം നമ്മളൊരു സ്ഥാനം കൊടുത്തിട്ട് അവർക്ക് അത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദിയർ പ്രോബ്ലം. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പിന്നെ കംപ്ലൈന്റ്സ് പറയേണ്ടി വന്നിട്ടില്ല. അത് അവിടെ നിന്ന് തന്നെ തീരുമാനമാക്കിയിട്ടുണ്ട്. അല്ലാതെ പുറത്തുനിന്നൊന്നും ഒരാൾ വന്നിട്ട് അത് ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സിനിമ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ ഈ സിനിമയിൽ എത്തുന്നതിനെക്കാട്ടിലും ഡിഫിക്കൽട്ട് ആയിരുന്നു ഇതിൽ. ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ എത്ര വർഷമായി? അപ്പൊ ഇതിൽ സർവൈവ് ചെയ്യണത് ആണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടും തോന്നുന്നുണ്ടോ? ഇൻഡസ്ട്രി ആക്ച്വലി നല്ല ഇൻഡസ്ട്രി തന്നെയാണ്. ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലേ. ഏത് സെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ സെക്ടേഴ്സിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയാം, എപ്പോഴും നമ്മളിത് ഫിസിക്കലി അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് മാത്രം പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ഈ പാരവപ്പും ബാക്കിൽ നിന്നിട്ട് പണി വരുന്നതും ഒക്കെ ഏതും ഐ.ടിയിൽ പോയാലും കാണാം, ഹോസ്പിറ്റലിൽ പോയാൽ എല്ലാ മേഖലയിലും ഉണ്ട്. ഈ ഒരു പറയുന്ന കുത്തിത്തിരിപ്പും നമുക്ക് അടി കിട്ടുന്നത് പരിപാടിയും ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഇൻഡസ്ട്രിയിലാകുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ മസാല ചേർത്ത് കുറച്ചും കൂടെ ഫ്ലാഷി ആയിട്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിലും കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇൻഡസ്ട്രി ഇസ് വെരി ഗുഡ്. കാരണം നമുക്ക് നല്ല വിസിബിലിറ്റി ആണ് ആൾക്കാരുടെ അടുത്ത്. നമ്മളൊരു പരസ്യം ചെയ്താലോ ഒരു സിനിമയിൽ ഒരു റോള് ചെയ്ത് അത് ഹിറ്റായി കഴിഞ്ഞാലോ ആളുകൾ കൂടുതൽ അറിയും. പൈസ നന്നായിട്ട് വരും. ഇനോഗ്രേഷൻസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പൈസ വരും. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഈ തൊഴിൽ നിഷേധം എന്ന് പറഞ്ഞ കാര്യവും അതാണ് മെയിൻ പ്രശ്നം. അതായത് ജോലി തരണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയണതും
ഇന്ന ഇത് കാരണം ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ആൾക്കാരുടെ പണി മുടക്കുന്നത് തന്നെയാണ് മെയിൻ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രിയാണ്. നമ്മളൊരു ആർട്ടല്ലേ ഉണ്ടാക്കുന്നത്. എന്ത് നമ്മൾ ചെയ്യണം, ഒരു സാധനം പെയിന്റ് ചെയ്താൽ നമ്മൾ വിറ്റ് ഒരാൾ ഇട്ട് കാണുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷം ഉണ്ടാവില്ല. അതുപോലെയല്ലേ സിനിമയും, നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരു 10-50 പേര് വരുന്ന ഒരു ക്രൂ ആകുമ്പോൾ 50 പേർക്കും 50 അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ അതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതും ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ